ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഡേ 8 ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പൊ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. വീക്കെൻഡ് എപ്പിസോഡ് എപ്പോഴും ലാലേട്ടം വരുന്ന എപ്പിസോഡ്. അപ്പൊ അതുപോലെ അഗ്നിപരീക്ഷനും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ 3 തീപന്തങ്ങൾ ഉള്ള പോലെ തന്നെ ഗസ്റ്റ് ജഡ്ജസ് ആയിട്ട് 2 പേരുണ്ട്. വീണ നായരും ഡോക്ടർ രജിത് കുമാറും. പിന്നത്തെ ഒരു സ്പെഷ്യൽ 2 സ്പെഷ്യലാണ് കേട്ടോ. അതിൽ പിന്നെ ഒരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരാഴ്ചയിലെ ഗെയിം നോക്കുമ്പോൾ 4 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഗ്രൂപ്പ് പ്ലേ ആണ് എല്ലാവർക്കും. അപ്പൊ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇൻഡിവിജ്വൽ പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം കാരണം ആളുകൾ കുറഞ്ഞു വരുന്ന 40 പേരിൽ നിന്ന് 20 പേരായി. 20 പേരിൽ നിന്ന് 4 പേര് പോകണ്ടേ. ഇനി 1-2 ദിവസം കൊണ്ട് ആളുകൾ കഴിയാണ്. ഫൈനൽ ലിസ്റ്റിലേക്ക് വരികയാണ്. ആരാണ് ഈ ശരിക്കുള്ള കോമണർ ബിഗ് ബോസ് വീടിനകത്ത് പോയിട്ട് അവരെയൊക്കെ ഇവരുടെ നിലപാടും അല്ലെങ്കിൽ ഇവരുടെ ഗെയിമും എങ്ങനെയാണ് പ്രേക്ഷകരെ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് എല്ലാ കാര്യങ്ങളിലും, ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഗെയിം വൈസ് ആണെങ്കിലും ഒക്കെ എല്ലാത്തിനും നന്നായിട്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തി കൊണ്ടുപോകുന്ന നിലപാടുകളെല്ലാം വ്യക്തമാക്കി കൊണ്ടുപോകുന്ന കണ്ടസ്റ്റന്റ് ആരാണ് എന്നുള്ളത് അങ്ങനെ കുറേ പരീക്ഷണങ്ങളിലൂടെ, അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പോലെ തന്നെ കുറേ പരീക്ഷണങ്ങളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒന്നിലധികമോ കോമണേഴ്സ് ആണ് ബിഗ് ബോസ് വീടിനകത്ത് പോകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് 20 പേരിൽ നിന്ന് 4 പേര് ഔട്ടായിട്ടുണ്ട്. 4 പേരിൽ പ്രവീൺ, രചന, പാർവതി, ഷിൻജിത്താണ് ഔട്ടായിട്ടുള്ളത്. ഇന്നത്തെ ഗെയിം ഭയങ്കര കയ്യാങ്കളിയൊക്കെ ആയിട്ട് ആണെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലേ പറയുമ്പോൾ അതിൻ്റെതായ ഓൾറൗണ്ട് പെർഫോമൻസ് കാഴ്ചവെക്കണമല്ലോ. അതുപോലെ അവർക്ക് 2 പേർക്ക് ഡിബേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ജയിച്ച ടീമിന് ഔട്ട് ഹൗസിൽ പോയ, അതായത് ഇന്നായി കുറച്ച് പേരിൽ നിന്നും ഔട്ട് ഹൗസിൽ പോയ കുറച്ച് പേരിൽ നിന്നും ഞാൻ എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ വീക്കാണ് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിബേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ്, കുറ്റങ്ങളും കുറവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഞാനാണ് മെച്ചം നിന്നേക്കാളും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡിബേറ്റ് ഒക്കെ നന്നായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഇന്നത്തെ എപ്പിസോഡ് വളരെ നന്നായിരുന്നു. അപ്പം ഡേ 8 അവസാനിക്കുമ്പോൾ മൊത്തം 16 കണ്ടസ്റ്റന്റുകളാണ്. ഈ 16 പേരിൽ ഇനി നാളെ ആരൊക്കെ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.